പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തിക്കാതെ ദൈവത്തിൻ്റെ ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പാടാൻ കഴിഞ്ഞില്ല. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായി മനുഷ്യരിടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നവരെ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവരെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞവരെ നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടം രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോകുന്ന വഴിയിലൂടെ തന്നെ ഈ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുമ്പോൾ നാം ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വഴി ഇതിരെ എന്ന് നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ നേരായ പാതയിലൂടെ യാത്ര ചെയ്യണം. പ്രൈസറോ അപ്പോസ്തലനായ യോഹന്നാൻ ആത്മവിവശനായി സ്വർഗരാജ്യത്തിലുള്ള സീയോൻ പർവ്വതത്തിലേക്ക് നോക്കിയപ്പോഴേ പ്രൈസറോ അവിടെ അല്ലേലൂയ പിതാവിൻ്റെ നാമം തങ്ങളുടെ നെറ്റിയിൽ എഴുതപ്പെട്ട 1,44,000 പേർ നിൽക്കുന്നത് കണ്ടുവെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുകയാണ്. പ്രൈസറോ അപ്പോൾ കുഞ്ഞാട് എവിടേക്ക് പോയാലും അവനെ അനുഗമിക്കുന്നവരാണ് അവരെ. ഹല്ലേലൂയ. അവർ സ്തോത്രം അതേപോലെ തന്നെ അവരുടെ കാലുകൾ ഒരു തീരുമാനത്തിലുള്ളവരാണ്. പ്രൈസറോ അതായത് കുഞ്ഞാടിനെ എപ്പോഴും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും അനുഗമിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഒരേ പാതയിലൂടെ അവരുടെ കാലുകൾ യാത്ര ചെയ്യും, ഒന്നിച്ച് നടക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നവർ ഹല്ലേലൂയ മൂഢരായിരുന്നാലും നിരാശരായി പോയില്ലെന്നാണ്. പ്രൈസറോ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുന്നവർ അത് മൂഢന്മാരായിരുന്നാലും കുരുടന്മാരായിരുന്നാലും ശിഖരന്മാരായിരുന്നാലും ജന്മനാ വൈകല്യമുള്ളവരായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുന്നവർ ജീവിതത്തിൽ ഒരു കാലത്തും നിരാശപ്പെട്ടു പോകത്തില്ല. രക്തം ചെയ്യും. പ്രൈസറോ നമ്മളത് കണ്ണാലെ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ കാലങ്ങൾ അനവധി കണ്ണ് കാണാത്തവരെ, ചെവി കേൾക്കാത്തവരെ, മൂഢന്മാരായിരുന്ന, മോക്ഷന്മാരായിരുന്ന, പാപികളായിരുന്ന, ദൈവമായി യാതൊരു സമ്പർക്കവുമില്ലാതെ ബന്ധവുമില്ലാതിരുന്ന, ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ അകപ്പെട്ട് കിടന്നിരുന്ന അനവധി ആളുകളെ കർത്താവായ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരായി മാറി. പ്രൈസറോ എന്നാൽ ആരോഗ്യം ബലവും കയ്യും കാലും കണ്ണും ചെവിയൊക്കെയുള്ള ദൃഢഗാത്രനായിരിക്കുന്ന പലർക്കും അതിന് കഴിയാതെ പോയി എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം. പ്രൈസറോ ഇവിടെ നാം ലോകത്തോടൊപ്പം മാലിന്യപ്പെടാതെ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ ആമേൻ യോഹന്നാൻ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ ആലോചന നൽകുകയാണ്. ഇവിടെ പറയുന്നത് സഹോദരൻ അവർ കന്യകമാരാകിയാൽ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ വിശ്വാസികളെ നിർമ്മല കന്യകമാരായി ഹല്ലേലൂയ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസികളെ നിർമ്മല കന്യകമാരായിട്ടാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ ഇരിക്കുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങൾ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാം ആരാണ്? കർത്താവിന്റെ നിർമ്മല കന്യകളാണ്. ദൈവസഭ എന്ന് പറയുന്നത്, ദൈവമക്കൾ എന്ന് പറയുന്നത് നിർമ്മല കന്യകമാരാണ്. അവർ മാലിന്യപ്പെടാൻ പാടില്ല. നമ്മളെപ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കണം. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ, ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ജഡവും മനസ്സും പറയുന്ന രീതിയിലൂടെ ഇവിടുത്തെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിത യാത്ര ചെയ്താൽ നമുക്ക് നിത്യതയിലെത്താൻ കഴിയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അനുകൾക്ക് നമ്മൾ സ്വഭാവി നിങ്ങൾ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് കർത്താവിൻ്റെ നാമം നിങ്ങളുടെ തന്ന നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ന് പറയുമ്പോൾ, വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിർമ്മല കന്യകമാരാണ്. ഹല്ലേലൂയ. അവിടെ ആണും പെണ്ണും എന്നല്ല, ദൈവസഭ നിർമ്മല കന്യകയാണ്. അവരെന്ത് ചെയ്യണം? എപ്പോഴും കുഞ്ഞാടിനെ അനുഗമിച്ചുകൊണ്ടിരിക്കണം, കർത്താവിനെ അനുഗമിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിന്റെ പാപങ്ങളിലേക്ക് വീഴുവാൻ പാടില്ല. സ്തോത്രം.
കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ദൈവഭക്തന്മാർ ലോകത്തിന്റെ പാപങ്ങളിൽ വീണു. ഈ ലോകത്തിന്റെ മോഹങ്ങൾ, ഇഷ്ടങ്ങൾ, ഇമ്പങ്ങൾ, ഇംഗിതങ്ങൾ, ഇച്ഛകൾ, ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് ഇവിടുത്തെ ദിവ്യാഗ്രഹത്തിൽ വീണ് പണം കൂടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തെ അവഹേളിക്കുന്ന വിധത്തിലൂടെയുള്ള സാഹചര്യങ്ങളിലൂടെ പലരും വീണുപോയി. രക്തം ചെയ്യാൻ നിങ്ങൾ അങ്ങനെ വീടരുതെന്ന പരിശുദ്ധ പറയുക. നിങ്ങളെല്ലാം നിർമ്മല കന്യകമാരാണ്. അല്ലേ? ഇവിടെ നിന്ന് പറയുന്നത് ദൈവസഭ നിർമ്മല കന്യകയാണെന്ന് പൗലോസ് പറയുക. എന്ന് പറഞ്ഞാൽ വൈവാഹിക ബന്ധത്തെ ബൈബിൾ ശ്രേഷ്ഠമായി കാണുന്നു. ഇവിടെ കന്യകമാർ എന്നതിന് ഗ്രീക്കിൽ ഫാർദരെ എന്നാണ് പറയുന്നത്, അല്ലേ, ഉപയോഗിക്കുന്നത്. അതിന് ലൈംഗിക വിശുദ്ധി ഉള്ളത് എന്നർത്ഥം. അല്ലേ? അപ്പം ദൈവത്തെ അനുഗമിക്കുന്ന ദൈവമക്കൾ ലൈംഗിക വിശുദ്ധി ഉള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതം ദൈവം നമുക്ക് തന്നതാണ്. അത് പവിത്രമാണ്, നിർമ്മലമാണ്. അല്ലേ? വിവാഹം എല്ലാവർക്കും നിർമ്മലവും കിടക്കം മാന്യവുമായിരിക്കട്ടെ എന്ന് വിശുദ്ധ വേദപുസ്തക എബ്രായ ലേഖനം നമ്മൾ 13 വായിക്കുന്നുണ്ട്. അപ്പം വിവാഹം ദൈവം തന്നതാണ്. ആദമിനെ ഔവ്വയും കൂട്ടി യോജിപ്പിച്ച് അവരുടെ വിവാഹം നടത്തി കൊടുത്തത് സൃഷ്ടാവായ ദൈവമാണ്. അപ്പം വിവാഹ ജീവിതം എന്ന് പറയുന്നത്, വിവാഹ ജീവിതത്തിലെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് നിർമ്മലമായിരിക്കണം. അല്ലേരിയ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് പുറത്ത് ഒരു ബന്ധം പാടില്ലെന്ന്. ഇതൊക്കെ പറയുമ്പോൾ അല്ലേരിയ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാണുന്ന ലോകത്തിൽ, ഈ ദൃശ്യമായ ലോകത്തിൽ പല കുടുംബങ്ങളും അല്ലേരിയ ദൈവം തന്ന ഭാര്യ ഭർത്തൃ ജീവിതത്തിന് പുറത്തുള്ള ലൈംഗികാസക്തിയിൽ വീണ് മുഴുകി പലരും ദൈവത്തിനകന്ന് മാലിന്യപ്പെട്ടു പോയി. അല്ലേരിയ ദൈവം ഒരു നിർമ്മല കന്യകയായിട്ട് വിളിച്ച് വേർതിരിച്ചാണെങ്കിലും സ്ത്രീകളോടൊപ്പം മാലിന്യപ്പെട്ടു, ലോകത്തിൽ മാലിന്യപ്പെട്ടു, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് അവർ പാപികളായി മാറി, ദൈവത്തിനകന്നു പോയി. ശരിയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ വളരെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനടക്കം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലേ? അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നത് സ്വതന്ത്രം, അല്ലേ, നാം ലൈംഗിക വിശുദ്ധി ഉള്ളവരായിരിക്കണം ജീവിതത്തിൽ. അല്ലേ? ഭാര്യ ഭർത്തൃ ജീവിതം പവിത്രമായി സൂക്ഷിക്കണം. അല്ലേ? കൂടാതെ അതുകൊണ്ട് ഇവിടെ പറയുന്ന കന്യകമാർ തങ്ങളുടെ ജീവിത വിശുദ്ധി കാത്തു പരിപാലിച്ചവരാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കന്യകമാർ എന്ന് പറയുന്നത് അവരുടെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചവരാണ്. അത് ഇസ്രായേലിയ വൃതന്മാരെയാണ് പറയുന്നത്. അല്ലേ? എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞതാണ്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പറഞ്ഞതാണ്. ഈ ലോകത്തിന്റെ പാപസ്വങ്ങളിലേക്ക് പോകാതെ, ദുഷ്ടന്മാരുടെ ആലോചനയിൽ, പാപികളുടെ വഴിയിൽ, പരിഹാസ ഇരിപ്പിടത്തിൽ നീ പോയി നിൽക്കാതെ, അവന്റെ പാപികളുടെ വഴിയും നടപ്പും അവന്റെ ഇരിപ്പും നീ കണ്ട് അതിലേക്ക് പോകാതെ, അല്ലേ, നീ എപ്പോഴും അബ്രഹാം മമ്രയുടെ തോപ്പിൽ കൂടാരവാതുക്കൽ ഇരുന്നത് പോലെ നീ ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസറോ. ലോത്ത് സോദോം പട്ടണവാതുക്കൽ പോയിരുന്നതിന്റെ ഫലം ലോത്ത് അനുഭവിച്ചത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19 നമുക്ക് വായിക്കാൻ കഴിയും. അതേസമയം അബ്രഹാം മമ്രയുടെ തോപ്പിൽ കൂടാരവാതുക്കൽ ഇരുന്നത് കൊണ്ട് അബ്രഹാമിന് ലഭിച്ച അനുഗ്രഹവും ഉൽപ്പത്തി പുസ്തകം 18 കാണാൻ കഴിയും. നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? പ്രൈസറോ. അല്ലേ? നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്, വിശുദ്ധ കന്യകയാണ്. സ്ത്രീകളോടൊപ്പം മാലിന്യപ്പെടാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ പരസംഗത്തിൽ ദൈവികതമല്ലാത്ത ദൈവം വെറുക്കുന്ന പാപത്തിൽ അകപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. രക്തം ചെയ്യാൻ ഈ വചനം നമ്മൾ യഥാർത്ഥത്തിൽ പ്രസംഗിച്ചു വരുമ്പോഴാണ് ജീവിത വിശുദ്ധിയിലേക്ക് നമുക്ക് കടക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കുമ്പോഴാണ് നിങ്ങൾ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷനും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം. പൗലോസ് പറയുക, അങ്ങനെയുള്ളവർക്ക് മാത്രമേ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർക്ക് അവനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. ലേറിയ സ്തോത്രം. ഇന്ന് എത്രയോ പേര് ദൈവത്തിന് അകന്നു പോയല്ലേ. ലേറിയ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളുടെ കാലുകളെ നിങ്ങൾ ദൈവത്തിന് പ്രതിഷ്ഠിക്കണം. നമ്മുടെ കാലുകളെ ദൈവത്തിന് പ്രതിഷ്ഠിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടെങ്കിലും ഓടുക എന്നുള്ളതല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, കിടക്കയിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാലുകളെ എന്ത് ചെയ്യണം? ദൈവസനെ പ്രതിഷ്ഠിക്കണം. അല്ലേലിയ. അതിനെക്കുറിച്ച് അല്ലേലിയ സ്തോത്രം 1 പത്രോസിന്റെ ലേഖനം അല്ലേലിയ 2-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽച്ചൂട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അല്ലേലിയ. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ
കാര്യം ഫലമേൽപ്പിക്കുക എത്രയേ ചെയ്തതെന്ന് അവിടെ നമുക്ക് യേശുവിനെ കുറിച്ച് കാണാൻ കഴിയും. അല്ലേലിയ. അപ്പം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ കാൽച്ചുവട് നമ്മൾ അനുഗമിക്കണം. അല്ലേലിയ. ആമീൻ. ആ കാൽച്ചുവട് നമ്മൾ അനുഗമിക്കുക, മാതൃക നമ്മൾ അനുഗമിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിലെത്താൻ കഴിയുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് 70 80 ഒരുപക്ഷെ അല്പം കൂടെ കൂടിയേക്കാം, ഒരുപക്ഷെ അതിൽ കുറഞ്ഞേക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ മരണം ഏത് സമയത്തും എപ്പോഴും ഏത് സാഹചര്യത്തിലും വരുന്നത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ മാലിന്യപ്പെടാതെ ക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു അമ്മ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ആമീൻ. അപ്പോസ്തലർ 11:10 ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഞാൻ പോയതുപോലെ ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ ദൈവസഭയെ ചേർക്കാൻ മടങ്ങി വരുമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കൊണ്ട് സമയം ഏതാണ്, എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കറിയില്ല. അവൻ 1-ാം യാമത്തിലും 2-ാം യാമത്തിലും 3-ാം യാമം 4-ാം യാമത്തിലും ഏത് സമയത്തും വരും. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ മാലിന്യപ്പെടാതെ ദൈവത്തിന്റെ നിർമ്മല കന്യകയായി ജീവിക്കണം. രക്തം ചെയ്യും. ഇവിടുത്തെ നമുക്ക് ജഡവും മനസ്സും പറയുന്ന രീതിയിലൂടെ പോകരുത്. ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകരുത്. ഈ ലോകത്തെ വെട്ടിപ്പിടിച്ച് ഇവിടുത്തെ നാട്ടിനാകുവാൻ, ഇവിടുത്തെ സമ്പന്നനാകുവാൻ, മറ്റുള്ളവരെ കൊള്ളയടിക്കുവാൻ, കൊള്ളപ്പലിശ വാങ്ങുവാൻ, ബ്ലേഡിന് കൊടുക്കുവാൻ വേണ്ടി നീ ഒരുങ്ങരുത്. മറ്റുള്ളവരെ അതിര് തോണ്ടി കള്ളുകുടിച്ച് വ്യഭിചരിച്ച് വരസംഗം ചെയ്ത് ഇഷ്ടാനുസരണം ജീവിതം നയിച്ച് അന്യന്റെ ഭാര്യയെ മോഹിച്ച് അന്യന്റെ മുതൽ മോഹിച്ച് നിങ്ങൾ ജീവിതത്തിൽ യാത്ര ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ ഈ യോഗം കഴിഞ്ഞൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് പലപ്പോഴും രാത്രി വരുന്ന സമയത്ത് ഞങ്ങൾ ഈ ഗുരുവായൂർ താമസം ഒരുപാട് തെങ്ങൊക്കെ ഉള്ള സ്ഥലമാണ്. അല്ലേലിയ. റോഡിലൊക്കെ ഒരുപാട് തേങ്ങ വൈകിട്ട് വീണ് കിടക്കുന്ന കാണാൻ കഴിയും. രാത്രിയല്ലേ, അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയമല്ലേ, ഒരുപാട് തേങ്ങ കിടക്കും. അല്ലേലിയ. അപ്പോൾ പലപ്പോഴും പലരും പിറക്കിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം രാത്രിയാണ്, ആ തേങ്ങ എടുത്തുകൊണ്ട് വന്ന് ആരും കാണത്തില്ല. മാങ്ങയുള്ള സമയത്ത് മാങ്ങ ഇഷ്ടംപോലെ വീണ് കിടക്കും, അത് പിറക്കിക്കൊണ്ട് വന്ന് ആരും കാണത്തില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാഞ്ഞത്? നമ്മൾ എടുക്കുന്നത് അർദ്ധരാത്രിയിൽ ആരും കാണുന്നില്ലെങ്കിലും നാം ഏത് സമയത്ത് എന്ത് ഭൂമിയിൽ നിന്ന് മറ്റൊരുത്തൻ്റെ മുതൽ അപഹരിച്ചെടുത്താലും അത് സ്വർഗത്തെ ദൈവം കാണുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന്റെ കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രിയായാലും പകലായാലും എല്ലാം അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നമായി കിടക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ മാലിന്യപ്പെട്ടു പോകരുത്. നിങ്ങൾ പലപ്പോഴും റോഡിലെ തേങ്ങ പറക്കിയിട്ടില്ലേ? പലപ്പോഴും മറ്റുള്ളവരുടെ മാവിലെ മാങ്ങ പോയി പറക്കിയിട്ടില്ലേ? ഒരു വിശ്വാസിക്ക് ചേർന്ന നല്ലത്. അല്ലേ? ഒരു വിശ്വാസിക്ക് ചേർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീട്ടുകാരോട് ചോദിക്കണം, ചേട്ടാ 2 തേങ്ങ തരുമോ അല്ലെങ്കിൽ ആ മാങ്ങ തരുമോ എന്ന് ചോദിച്ച് അവരുടെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിനകത്ത് പാപമില്ല. അല്ലേലിയ. അല്ലെങ്കിൽ പാപമാണ്. എനിക്കറിയാം, ചില ആളുകളൊക്കെ ഈ രാത്രി സമയത്തും രാവിലെ സമയത്തും ഒക്കെ നടന്നു വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ തേങ്ങ പെറുക്കി ചാക്കിനകത്തിട്ടിട്ട് വണ്ടിക്ക് കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പിന്നെ അത് ഒന്നിച്ച് വിൽക്കുകയും ഒന്നിച്ച് വെട്ടി ഉണങ്ങി എണ്ണയാക്കി ഉപയോഗിക്കുന്ന അനവധി ആളുകളെ എനിക്കറിയാം. എല്ലാം വഴിയിൽ നിന്ന് ഒട്ടിച്ചുകൊണ്ട് വരുന്നതാണ്. പിന്നെ ജാതികൾ അങ്ങനെ ചെയ്യട്ടെ. കാരണം അവർക്ക് വിവരമില്ല, അവർക്ക് അതിനുള്ള പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് അവർ ഈ സമയത്ത് എന്തും പറഞ്ഞുകൊണ്ട് വരും. പക്ഷെ ദൈവമക്കൾ, അല്ലേലിയ, ആമേൻ, ഈ ലോകത്തിന് മാലിന്യങ്ങൾ വീഴരുത്. അല്ലേലിയ. അപ്പം കർത്താവ് നമുക്കൊരു മാതൃക വെച്ച് തന്നിരിക്കുക. ഇവിടെ അല്ലേലി സ്തോത്രം. നിങ്ങളുടെ കാലുകളെ പ്രതിഷ്ഠിക്കണം. നിങ്ങളുടെ ഗമനങ്ങൾ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തിക്കൊള്ളണം. നിങ്ങളുടെ ഗമനങ്ങൾ ക്രിസ്തുവിൽ അല്ലേലിയ ഗമനപ്പെടുത്തണം. ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഗമനത്തെ എപ്പോഴും അല്ലേലിയ നിങ്ങൾ ക്രിസ്തുവിൽ ഉറപ്പിക്കണം. നിങ്ങളുടെ കാലുകളെ ക്രിസ്തുവിൽ ഉറപ്പിക്കണം. അല്ലേലിയ. ഇവിടെ ദൈവവചനം പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ച സാഹചര്യങ്ങളിലും വിശുദ്ധമായ പാതകളായിരുന്നു, വിശുദ്ധമായ വഴിയായിരുന്നു. യേശുവിന്റെ കാലുകൾ ഒരിക്കലും ഇടറിപ്പോയിട്ടില്ല. ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് വീണുപോയില്ല. ഈ ലോകത്തിൽ മാലിന്യപ്പെടാത്ത 33 തിരുവയസ്സ് ജീവിതവും തന്റെ മരണം വരെ അല്ലെങ്കിൽ തന്നെ ക്രൂശിക്കുന്നിടം വരെ വിശുദ്ധ ജീവിതം. അതുകൊണ്ടാണ് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് നമ്മൾ വായിക്കുന്നത്. പാപമില്ലാതെ ജീവിച്ചവൻ, പാപം ചെയ്യാത്തവൻ. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, യേശു നമുക്കൊരു വഴികാട്ടിയായി മാറണം. യേശു നമുക്കൊരു വഴികാട്ടിയായി, നമുക്കൊരു മാതൃകയായി മാറണം. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അല്ലൊരു ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് യേശുവിന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഈ മാതൃക വെച്ചു പോയ പത്രോസ് പറയുന്നത്. രക്തം ചെയ്യും. നിങ്ങൾ ആ അനുഭവത്തിലൂടെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വന്നേക്കാം. വലിയ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്, ലോകത്തിന്റെ ഇൻപങ്ങൾക്ക് മാലിന്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മടങ്ങി വരണം. പ്രൈസലോ. ഇവിടെ കർത്താവ് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ അല്ലെങ്കിൽ പുലർക്കാലത്തെയോ അല്ലെങ്കിൽ അതിരാവിലെ വരാം.
അല്ലേലിയ. നമ്മുടെ പ്രത്യാശ അതായിരിക്കട്ടെ. അല്ലേലിയ. ഈ ലോകത്തിൽ ജീവിച്ച് കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും സാമ്പത്തിക ഞെരുക്കങ്ങളും രോഗങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒക്കെ അനുഭവിച്ച് നീ ഭൂമി ജീവിച്ച് ലോകത്തോടൊപ്പം മാലിന്യപ്പെടാതെ നീ നിന്നിട്ട് അവസാനം ഒരു പാപം പോലും നിന്റെ ജീവിതത്തിൽ പ്രവേശിച്ചതിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. അല്ലേലിയ. എന്നോട് ഒരു സഹോദരി എപ്പോഴും പറയും, ഒരു പ്രാവശ്യമൊക്കെ തെറ്റിപ്പോകും പാസ്റ്റർ എന്ന് പറയും. എപ്പോഴും ഒരു സഹോദരിയോട് പറയും, വിശ്വാസിയാണ്, എപ്പോഴും ഒരു പ്രാവശ്യമൊക്കെ തെറ്റിപ്പോകുന്നേ. അല്ലേലിയ. അപ്പം എനിക്ക് അവരെ അങ്ങ് ഭയങ്കര സംശയമാണ്. അല്ലേലിയ. അവരെന്നോട് എപ്പോഴും പറയും ഒരു പ്രാവശ്യം തെറ്റിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു പ്രാവശ്യം തെറ്റിപ്പോകും. അപ്പോൾ എനിക്കൊരു സംശയം, അവർ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ലേലിയ. കാരണം ഒരു പ്രാവശ്യം തെറ്റിപ്പോകും, ഒരു പ്രാവശ്യം തെറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ തെറ്റിയത് കൊണ്ടായിരിക്കണമല്ലോ. പക്ഷെ അങ്ങനെ പോലും പറയുവാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. ഞാൻ അസൗകര്യം പറഞ്ഞ് തിരുത്തി. എൻ്റെ സൗരി, ഒരു പ്രാവശ്യം തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ വഴി തെറ്റും. ലേരിയ. ഒരു പ്രാവശ്യം തെറ്റിയാൽ മതി, പിന്നെ നമുക്കൊരു വഴി തെളിഞ്ഞു, പിന്നെ നമ്മൾ ആ പാപത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു പ്രാവശ്യമൊന്നല്ല, ജീവിതത്തിലൊരിക്കലും നിങ്ങൾ പാപത്തിൽ വീഴരുത്. അല്ലേരി. ആ സഹോദരിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അത് തന്നെ പറയും, നിർത്തത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ സൂത്രങ്ങളുണ്ട്. അത് അവരങ്ങനെ പോകട്ടെ, പക്ഷെ നിത്യത നഷ്ടമാണ്. അല്ലേരി. ലോകത്തോടൊപ്പം മാലിന്യപ്പെട്ടു പോകരുത്. ലോകത്തോടൊപ്പം മാലിന്യപ്പെടാതെ 144,000 പേര് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവരെ അനുഗമിക്കുന്നെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്ത് ചെയ്യണം? അല്ലേരിയ. ലോകത്തോടൊപ്പം മാലിന്യപ്പെടാതെ നമ്മുടെ കുഞ്ഞാട് നമുക്ക് വെച്ചു പോയിരിക്കുന്ന മാതൃക നമ്മളെ കാണിച്ചുകൂടെ പിന്തുടരണം. രക്തം ചെയ്യും. പ്രൈസലോട്. അല്ലേലിയ. മോഹങ്ങളും ആഗ്രഹങ്ങളും ആശകളും ഇച്ഛകളും പ്രലോഭനങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരാം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന് പ്രതാപം ഒക്കെ കടന്നു വരാം. പക്ഷെ നമ്മുടെ കർത്താവ്, നിങ്ങൾ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്നാണ് യേശു പറഞ്ഞത്. അല്ലേലിയ. വിശുദ്ധിയോടെ നിൽക്കണം, നിർമ്മല ഖനികയായി നമ്മളെ കർത്താവിന് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തുകൊണ്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ കർത്താവ് വരും, മാത്മമണവാളം വരും, നമ്മെ വേടി കഴിക്കുവാൻ, അത് നമ്മൾ ചേർക്കുവാൻ വരും. അതുകൊണ്ട് വിശുദ്ധി കാത്ത് സൂക്ഷിക്കണം. യോഹന്നാൻ ആത്മവിശുദ്ധായി വചനം കണ്ടതൊക്കെ എത്ര യാഥാർത്ഥ്യമല്ലേ. അപ്പം വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, പല സഹോദരിമാരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. സാധാരണ ആണുങ്ങളെക്കാൾ കൂടുതൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സഹോദരിമാരാണ്. അങ്ങനെ പറഞ്ഞാൽ ആണുങ്ങൾക്ക് വിദ്വേഷം തോന്നണ്ട, അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലേലിയ. നിങ്ങളെ തന്നെ തീരുമാനിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ സഭകളിൽ ഉപവാസവും പ്രാർത്ഥനയുള്ള സൗകര്യമാർക്കാണ്. ഭവനം ഏറ്റവും കൂടുതൽ ഉപവാസം പ്രാർത്ഥനയുള്ള സൗകര്യമാർക്കാണ്. അങ്ങനെ ഒരിക്കലും ഒരു സഹോദരി അല്ലെങ്കിൽ വളരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസനിച്ച് തീരുമാനമെടുത്ത് ചില ഭക്തന്മാരുടെ, വിശുദ്ധന്മാരുടെ ജീവിതാനുഭവങ്ങളൊക്കെ ആ സഹോദരി വായിച്ചു. അല്ലേലിയ. അങ്ങനെ ആ സഹോദരി ആ ജീവിതാനുഭവങ്ങൾ വായിച്ചിട്ട് ആ സഹോദരിയുടെ ഉള്ളിൽ ഒരു വെളിപ്പാട് കിട്ടി. എന്താണ്? സാധു സുന്ദർ സിംഗിനെ ഒന്ന് കാണണം. പ്രൈസലോട്. അല്ലേലിയ. പ്രാർത്ഥിക്കുന്ന സഹോദരിക്ക് ഉള്ളിലുണ്ടായ ബോധമാണ്, സാധു സുന്ദർ സിംഗിനെ ഒന്ന് കാണണം. അല്ലേലിയ. അങ്ങനെ പറഞ്ഞ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലേലിയ. കർത്താവ് എന്ത് ചെയ്തു? അവർക്കൊരു ദർശനം നൽകി. ആ സഹോദരി ഉപവാസത്തിന് കർത്താവ് ദർശനം നൽകി. അതിൽ കുഞ്ഞാടാകുന്ന യേശുക്രിസ്തു നടന്നു പോകുന്നതും അവന്റെ പിന്നാലെ സാധു സുന്ദർ സിംഗ് നടക്കുന്നതും കണ്ടു. എന്തൊരു ആശ്ചര്യമല്ലേ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. അല്ലേലി. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. അത്രമാത്രം ഉപവാസവും പ്രാർത്ഥനയും ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു പോയതുപോലെ, കർത്താവ് യേശുക്രിസ്തുവിന്റെ പാത അനുഗമിച്ചതുപോലെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ലോകത്തോടൊപ്പം മാലിന്യപ്പെടാതെ കർത്താവിന്റെ സാക്ഷ്യം നിലനിർത്തിയ വ്യക്തിയാണ് സാധു സുന്ദർ സിംഗ്. ആ സാധു സുന്ദർ സിംഗിനെ കാണുവാൻ വേണ്ടി ആ സൗകര്യം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ സൗകര്യക്ക് ദർശനം കൊടുത്തു. അല്ലേലൂയ. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ ഈ സാധു സുന്ദർ സിംഗ് കർത്താവിനെ അനുഗമിക്കുന്ന ദർശന സൗകര്യം കാണുവാൻ കഴിഞ്ഞു. അല്ലേലൂയ. രക്തം ചെയ്യും. അല്ലേലൂയ. വലിയ ആശ്ചര്യം. യേശു എവിടെ തന്റെ കാലുകൾ വെച്ചുവോ അതേ സ്ഥലത്ത് തന്നെ സാധു സുന്ദർ സിംഗിന്റെ കാലുകൾ വെക്കുന്നു. അല്ലെങ്കിൽ കുഞ്ഞാട് മുമ്പിൽ പോവുകയാണ്, നമ്മുടെ യേശു മുമ്പിൽ പോവാണ്, സാധു സുന്ദർ സിംഗ് പുറകിലാണ്. അല്ലേലൂയ. അപ്പം കുഞ്ഞാട് എവിടെ കാല് വെക്കുന്നു അവിടെ തന്നെ സാധു സുന്ദർ സിംഗ് കാല് വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഞാനത് ചിന്തിച്ചു, ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു വീണ്ടും വീണ്ടും ചിന്തിച്ചു, അങ്ങനെ പറ്റുമോ? കർത്താവ്, കർത്താവ് എനിക്കങ്ങനെ പറ്റുമോ? ഞാനും അങ്ങനെ വിശുദ്ധന്മാരെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചാൽ കുഞ്ഞാട് പോകുന്ന വഴിയിലൊക്കെ, കുഞ്ഞാട് കാലി വെക്കുന്നിടത്തൊക്കെയും കാലി വെച്ച് പോകുന്ന വിശുദ്ധന്മാരെ കാണാൻ കഴിയുമോ? ആ സഹോദര പ്രാർത്ഥനയുടെ ആ ശക്തി എത്ര വലുതാ ചിന്തിച്ചു നോക്കി. അപ്പൊ കുഞ്ഞാട് കാലി വെക്കുന്നിടത്തൊക്കെയും അവർ കാലി വെക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണ് ആ സഹോദര ജീവിതം എന്ന് പറയുന്നത് തന്നെ. സ്തോത്രം. വീണ്ടും ആ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നത്, സാധു സുന്ദർ സിംഗിന്റെ കാലിൽ ചെരുപ്പ് പോലും അണിയാതെ ക്രിസ്തുവിനെ അനുഗമിച്ചതിനെ തന്റെ ജീവിത ലക്ഷ്യമായി അവർ കരുതി. സാധു സുന്ദർ സിംഗ് കാലിൽ ചെരുപ്പ് പോലും ഇടാതെ കുഞ്ഞാടിനെ അനുഗമിക്കുക.
അങ്ങനെ എത്രയെത്ര ഭക്തന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു കൊടുത്ത എത്രയോ ഭക്തന്മാർ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന അനവധി ആളുകൾ, യേശുവിൻ്റെ ശിഷ്യന്മാരടക്കം അപ്പോസ്തലന്മാരടക്കം അനവധി ആളുകൾ ആദിമസഭയിൽ ക്രൂരതയിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയവർ, തീച്ചൂളയിൽ ഇരിഞ്ഞടങ്ങിയവർ, മൃഗത്തിന് ഇട്ടുകൊടുത്തവർ, ഹല്ലേലൂയ, സ്വന്തം കുഴിയിലിട്ടവർ, കുഴിയിലിട്ട് കൊന്നവർ, യേശുവാളാൽ ഇറക്കപ്പെട്ടവർ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി വാളാൽ മരിക്കേണ്ടി വന്നവർ, ഹല്ലേലൂയ, അങ്ങനെ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ ഭക്തന്മാർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിച്ചവരാ. ഫ്രീസറോ അതേ സ്നേഹിത, നമ്മൾ ദൈവത്തിന്റെ നിർമ്മല കന്യകമാരാ. നമ്മൾ കർത്താവിനെ അനുഗമിക്കണം. ഈ ലോകത്തിന്റെ ഒന്നിനു വേണ്ടിയിട്ടും അവിടെ സമയം വൃഥാവാക്കി കളയരുത്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ നാശകരമായ കുഴിയിൽ നിന്നും കുഴലിൽ ചേറ്റും ദൈവം വിടുവിച്ചതാ. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ നിർത്തിയതാ. അവിടെ ഗമനത്തെ കർത്താവ് സ്ഥിരമാക്കിയതാ. ഹല്ലേലൂയ. നമ്മുടെ വായിൽ പുതിയ പാട്ട് തന്നിട്ടുണ്ട്. നമ്മൾ അതനുസരിച്ച് കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് 40-ാം സങ്കീർത്തനം വായിച്ചാലും കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് യേശുവിനോടൊപ്പമുള്ള ജീവിതം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ എഴുതി തന്നാലും അത്ര സന്തോഷം കിട്ടത്തില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എഴുതി തന്നാലും, ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കസ്റ്റഡിയിലായാലും, യേശുവിനെ അനുഗമിക്കുന്ന സന്തോഷം, യേശുവിനോടൊപ്പം ജീവിക്കുന്ന സന്തോഷം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന സന്തോഷം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ നിർമ്മല കന്യകയാണെന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിൽ അവൻ രൂപാന്തരപ്പെടും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷം നിൽക്കുണ്ടോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നമാവേ, എവിടെയെങ്കിലും ജീവിതത്തിൽ പാകപ്പിഴകൾ, താളപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ വീണു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ മടങ്ങി വരവിനായ ഒരു അവസരം ദൈവം തരുമ്പോൾ, ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന യേശുവിൻ്റെ രക്തം കൊണ്ട്, ആ നിർമ്മല രക്തം കൊണ്ട്, ക്രൂശിലെ രക്തം കൊണ്ട് ഒന്നുകൂടെ കഴുകി ഇതിനെ വെടിപ്പാക്കി നീ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കുടുംബത്തിനകത്ത് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, ഭാര്യഭർത്താക്കന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, മക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എവിടെയും വിശ്വാസം നഷ്ടപ്പെട്ട്, ദൈവസഭയ്ക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ട്, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി വരാൻ സമയമായി. മടങ്ങി വരാൻ സമയമായി. തെറ്റുകൾ തിരുത്തേണ്ട സമയമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയം തെറ്റുകൾ തിരുത്തി വിശുദ്ധിയുടെ പാതയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ദുഷ്ടന്റെ മുമ്പിലിരിക്കും ഞാൻ നാവിന് കടിയാളിട്ട് സൂക്ഷിക്കുമെന്ന് ദാവീദ് ഹല്ലേലൂയ സ്തോത്രം 39-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അതെ, നമ്മൾ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാടണം. നമ്മുടെ കാലുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ നമ്മുടെ കാലുകൾക്ക് നാം കടിഞ്ഞാടണം. ഹല്ലേലൂയ സ്തോത്രം. നാം എപ്പോഴും കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരായിരിക്കണം. രക്തം ചെയ്യും. ഇതുപോലെ കരപിടിച്ച ദൈവത്തെ സ്തുതിക്കാമോ? നീ ഏത് കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു? നീ ഏത് സങ്കടത്തിലൂടെ കടന്നു പോകുന്നു? നീ ഏത് ദുരിതത്തിലൂടെ കടന്നു പോകുന്നത്? നിന്നെ അലട്ടുന്ന പ്രശ്നമാണ്. ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയാതെ വണ്ണം നിന്നെ പിന്നോക്കം ഭരിക്കുന്ന വിഷയം ഏതാണ്? ഇന്ന് പകൽ നീ അത് മനസ്സ് തുറന്ന് യേശുവിനോട് പറ, കർത്താവേ, അങ്ങ് അനുഗമിക്കാൻ കഴിയാത്ത വണ്ണം എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, എൻ്റെ ജീവിതം അസ്വസ്ഥമാണ്. എനിക്ക് അങ്ങ് അനുഗമിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അതിന് തടസ്സമായ എൻ്റെ ജഡത്തിൽ വ്യാപരിക്കുന്ന പോരുകൾ, പോരാട്ടങ്ങൾ, പാപ സ്വഭാവങ്ങളെ എന്നെ നീക്കി കർത്താവേ. കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അങ്ങ് അനുഗമിപ്പാൻ സാധുസുന്ദസിനെ അങ്ങ് അനുഗമിച്ചതുപോലെ എനിക്കും അങ്ങ് അനുഗമിപ്പാൻ കൃപ ചെയ്യണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, നിനക്ക് മുമ്പിൽ ദൈവം അത്ഭുതം ചെയ്യും. രക്തം ചെയ്യാൻ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്, ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്, കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്, തലമുറയുടെ അനുഗ്രഹത്തിന്, നിന്റെ നന്മയ്ക്ക്, നിന്റെ ആത്മജീവിതം തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളെയും ഇന്ന് പകൽ നീക്കിക്കളയേണ്ടത് അത്യാവശ്യമാണ്. രക്തം ചെയ്യും. ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ശ്രോതാവേ, ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയാതെ ഏതെങ്കിലും പാപ സ്വഭാവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നീ മറ്റുള്ളവർക്ക് വെളിപ്പെടാതെ, മറ്റുള്ളവരെ പറയാതെ, നിന്റെ രഹസ്യ ജീവിതത്തിൽ, നിന്റെ പരസ്യ ജീവിതത്തിൽ ഏതെങ്കിലും പാപ സ്വഭാവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ അതിനെ ഉപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ രഹസ്യ പാപങ്ങളുണ്ട്, സ്വമേധാ പാപങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ഇതെല്ലാം കർത്താവിൻ്റെ പ്രകാശത്തിലുണ്ട്. ഒന്നും നമുക്ക് മറയ്ക്കാൻ കഴിയില്ല. ലോകത്തെ മറയ്ക്കാം, ഭാര്യയെ മറയ്ക്കാം, ഭർത്താവിനെ മറയ്ക്കാം, അപ്പനമ്മമാരെ മറയ്ക്കാം, നിയമത്തിന് മുമ്പിൽ നമുക്ക് കുറ്റങ്ങൾ മറയ്ക്കാം. പക്ഷെ ദൈവരാജ്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ കുറ്റങ്ങളെല്ലാം തെളിവായി നിൽക്കും.
കർത്താവിൻ്റെ മുമ്പിൽ ഒരു കുറ്റവും മറയ്ക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുക. ഇവിടെ യേശു വരാൻ സമയമായി. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ യേശു വരാൻ സമയമായി എന്നുള്ള ജീവിത ഉറപ്പ്, ജീവിത ചിന്ത നിന്റെ ജീവിതത്തിന്റെ ആനുദിനം ഭരിക്കണം. രക്തം ചെയ്യും. പ്രൈസ്. നമുക്ക് യേശുവായിട്ടായിരിക്കട്ടെ. ബന്ധം മുഴുവൻ യേശുവായിട്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ വീണ്ടും ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും കർത്താവിനെ അനുഗമിക്കണം. ഇവിടെ ക്രിസ്തുവിന്റെ കാൽച്ചൂടുകൾ അനുഗമിക്കുക എന്നാൽ എന്ത് അല്ലേ? ഒരു ചോദ്യമാണ്. ക്രിസ്തുവിന്റെ കാൽച്ചൂട് അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? എന്ന് പറഞ്ഞാൽ ക്രിസ്തു എപ്രകാരം പിതാവിന്റെ ഹിതത്തെ പൂർണ്ണമായി നിറവേറ്റിയോ അതേപോലെ തന്നെ നാമും ക്രിസ്തുവിന്റെ ഹിതം പൂർണ്ണമായി നിറവേറ്റണം. ഹല്ലേലൂയ. പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ദൗത്യം ഹല്ലേലൂയ പിതാവിന്റെ ഇഷ്ടപ്രകാരം പൂർണ്ണമായി നിറവേറി. ഹല്ലേലൂയ. പിതാവിന്റെ കാൽച്ചുവടുകളെ അനുഗമിച്ച് പുത്രൻ തന്റെ ദൗത്യങ്ങൾ ചെയ്തതുപോലെ നാം ഈ ഭൂമിയിലായിരിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളെ അനുഗമിച്ചുകൊണ്ട് നമ്മളിൽ തന്നിരിക്കുന്ന ദൗത്യത്തെ നമ്മൾ പൂർത്തീകരിക്കണം. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനെ മാത്രം മാതൃകയാക്കണം. ക്രിസ്തുവിനെ മാത്രം നമ്മൾ അനുഗമിക്കണം. യേശുവിനെ മാത്രം നമ്മൾ ചാരി നിൽക്കണം. യേശുവിനെ മാത്രം നമ്മൾ ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീതക്കാരനായിരിക്കുന്ന ആസാഫ് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് ഏറെ നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുന്നതിന് നല്ലതെന്ന് പറയുമ്പോൾ ലോകത്തോട് അകന്നിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ലോകത്തോടല്ല അടുത്തിരിക്കേണ്ടത്, യേശുവിനോട് അടുത്തിരിക്കേണ്ടത്. അത്യുന്നതന്റെ മറയിൽ വസിച്ചുകൊണ്ട് സർവശക്തനിൽ പാർത്തുകൊണ്ട് ഞാൻ യഹോവയെക്കുറിച്ച് അവന്റെ സങ്കേതത്തിന്റെ കോട്ടയിൽ ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന സങ്കീർത്തനക്കാരനോടൊപ്പം ചേർന്ന് എല്ലാ സമയത്തും പറയാൻ കഴിയണം. ലോകത്തിന്റെ മാലിന്യങ്ങളിൽ വീഴരുത്. അല്ലെങ്കിൽ അപ്പം യേശു കർത്താവിനെ അനുഗമിച്ചത് പിതാവിനെ അനുഗമിച്ചതുപോലെ നാം എപ്പോഴും കർത്താവ് യേശുക്കളുടെ കാൽച്ചുവടുകൾ വിശുദ്ധിയിലേക്ക് നടത്തണം. അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നടത്തുന്നതായിരിക്കണം. നമ്മുടെ കാൽച്ചുവടുകൾ വിശുദ്ധിയിലേക്കും സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്കും നടത്തപ്പെടണം. നമ്മുടെ കാലുകൾ കൊണ്ട് പാപം ചെയ്യരുത്. അല്ലേര് കാലുകൾ നിനക്ക് തന്നിരിക്കുന്നത്, കാലുകൾക്ക് ബലം തന്നിരിക്കുന്നത് അത് കാലുകൾ കൊണ്ടുകൂടി പാപം ചെയ്യുവാനല്ല, നിന്റെ കാലുകൾ വിശുദ്ധിയിലേക്ക് നടത്താനാ. നിന്റെ കാലുകൾ കൊണ്ട് വിശുദ്ധിയിലേക്ക് നടന്ന് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നീ യാത്ര ചെയ്യണം. നിന്റെ കാലുകൾ കൊണ്ട് നീ ദൈവാലയത്തിലേക്ക് വന്ന് ദൈവമക്കളോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് പാപത്തിൽ വീട് കിടക്കുന്ന സഹോദരി, ഈ ലോകത്തിന്റെ മോഹങ്ങൾ വീട് കിടക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ പാപത്തെ ഉപേക്ഷിപ്പാൻ ദൈവം നിനക്ക് അല്പസമയം തരിക. ആ സമയം നീ ഉപയോഗിച്ച് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതത്തിന് എന്ത് ചെയ്യുമെന്ന് സമർപ്പിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറും. ഹല്ലേലൂയ. നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ആ പാപം ശാപമാണ്. ആ ശാപം നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. അത് നിങ്ങളുടെ തലമുറയിലേക്ക് വ്യാപിക്കും. കുടുംബത്തിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയും. ഹല്ലേലൂയ. കുടുംബത്തിന്റെ സന്തോഷം നഷ്ടപ്പെടും. അങ്ങനെയുള്ള കുടുംബത്തിന് അകത്തൊന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഇടർച്ചകൾ കലക്കങ്ങൾ ഉണ്ടാക്കി ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി എത്രയോ കുടുംബങ്ങൾ. രക്തം ചെയ്യും. എന്ത് പകൽ മടങ്ങി വരുവാൻ നിനക്ക് കഴിയുമോ? മടങ്ങി വരാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ നീ മടങ്ങി വന്ന് യേശുവിന് നിന്റെ ജീവിതത്തെ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വഴി നടത്തണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. എന്താണ് നിങ്ങൾക്ക് തീരുമാനം? ഞാൻ നടക്കുന്ന വഴി ശരിയാണോ? ഞാൻ പോകുന്ന പാതകൾ ശരിയാണോ? എൻ്റെ വാക്കുകൾ ശരിയാണോ? എൻ്റെ സംസാരം ശരിയാണോ? എൻ്റെ നോട്ടം ശരിയാണോ? ഞാൻ പോയി ഇരിക്കുന്നിടം നല്ലതാണോ? ഞാൻ പോയി നിൽക്കുന്നിടം നല്ലതാണോ? അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നിടമാണോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് ഹിതമല്ലാത്ത വചനത്തിന് വിരുദ്ധമായി ഒരു സ്ഥലത്ത് നീ പോയി നിൽക്കരുത്. ദൈവഹിതമല്ലാത്ത ഒന്നിന്റെ മുമ്പിൽ നീ ഇരിക്കരുത്. നിസാരം നീ ടിവിയുടെ മുമ്പിൽ നിന്ന് സീരിയൽ പോലും കാണരുതെന്ന്. സിനിമ പോലും ദൈവത്തിന് ഇഷ്ടമല്ല. സീരിയലും സിനിമയും അല്ലെങ്കിൽ ഇവിടുത്തെ കോമഡിയൊന്നും. ഇവിടുത്തെ കോമഡി ഇവിടുത്തെ സീരിയലും ഒക്കെ പറഞ്ഞ് ദൈവനാമത്തെ ദൂഷിക്കുന്നതാണ്. ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് അന്യഭാഷയ്ക്ക് എടുത്ത് വെറുതെ ചൂഷണം ചെയ്ത് പരിശുദ്ധമായി ദുഃഖിപ്പിച്ച് പണം ഉണ്ടാക്കുന്ന കോമാളി വേഷം കിട്ടുന്ന ഈ സീരിയലിന്റെ ഈ കോമാളി വേഷക്കാരന്റെ ഈ കോമഡികൾ മുമ്പിൽ നീ ഇരിക്കരുത്. ഹല്ലേലൂയ. നീ നിന്നെ ശോധന, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തവന്റെ അവന്റെ പാദമെടുത്ത് ഇരുന്നത് പോലെ നിന്റെ ജീവിതം നല്ല അംശം തെരഞ്ഞെടുത്ത് ക്രിസ്തുവിനോടൊപ്പം ചേർന്നിരുന്ന ദൈവത്തിന്റെ വചനം നീ വായിച്ചു പഠിക്കണം.
ദൈവത്തിൻ്റെ വചനത്തെ നീ ധ്യാനിക്കണം, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, എവിടെയാണ് നീ വീണ് പോയത്? എവിടെയാണ് നീ തകർന്നു പോയത്? എന്താണ് നിന്റെ കുടുംബത്തിൻ്റെ തകർച്ച? എന്താണ് നിന്റെ ജീവിത നിരാശ? എവിടെയാണ് നിനക്ക് ഉയരാൻ കഴിയാതെ വന്നത്? എവിടെയാണ് നിന്റെ ശത്രു പരാജയപ്പെടുത്തിയത്? ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞ് മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ശാപങ്ങൾ മാറിപ്പോകട്ടെ, പാപങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. നിന്റെ കുടുംബത്തിനെ കുറിച്ച് വിടുതൽ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കരം പഠിച്ച് ദൈവത്തെ സ്തുതിച്ച് തീരുമാനമെടുക്കുക. നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ആകയാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയും, ഞാൻ സംസാരിക്കുന്നത് ശരിയാണോ? ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ സംസാരിക്കുന്നത് ശരിയാണോ? ഞാൻ മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ശരിയാണോ? മറ്റുള്ളവരെ കുറിച്ചുള്ള നിരൂപണം ശരിയാണോ? എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഞാൻ കടന്നു പോകുന്ന പാതകളൊക്കെ ശരിയാണോ എന്ന് നിങ്ങളെ തന്നെ ചിന്തിക്കണം. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ല ആരും പിതാവിന്റെ സന്നിധി എത്തുന്നില്ലെന്ന്. യോഹന്നാൻ 14:6 എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പറയും, എൻ്റെ വഴിയും അവൻ്റെ വഴിയും ഒരുമിച്ച് പോകുന്നതാണ് എന്നൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വഴിയും യേശുവിൻ്റെ വഴിയും കൂടെ ഒരുമിച്ച് പോകണം. ഹല്ലേലൂയ. യേശുവിൻ്റെ വഴിയും സ്വന്തത്തിൻ്റെ വഴി ഒരുമിച്ച് പോയതുപോലെ നിങ്ങളുടെ വഴിയും യേശുവിൻ്റെ വഴിയും ഒരുമിച്ച് യാത്ര ചെയ്യണം. അതാണ് പത്രോസ് പറഞ്ഞ ഒരു മാതൃക, അവൻ്റെ കാഴ്ചയുടെ പിന്തുണ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നത്. അതെ, നമ്മൾ യേശുവിനോടൊപ്പം ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. രാത്രികാലങ്ങളിൽ നടക്കുമ്പോൾ, പകൽക്കാലങ്ങളിൽ നടക്കുമ്പോൾ, പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, വെല്ലുവിളികളെ നേരിടുമ്പോൾ, ജീവിതത്തിൽ നിരാശ കടക്കടി കടന്നു വരുമ്പോൾ, അല്ലെ ജോലി നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം കടന്നു വരുമ്പോൾ, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, കുടുംബ ജീവിതം തകരുമ്പോൾ, നീ എല്ലാ നിലയിലും തകർന്ന് തരിപ്പണമാകുന്ന സന്ദർഭങ്ങളിൽ നിന്റെ ജീവിതം യേശുവാകുന്ന വഴിയിലൂടെ നീ ആ വഴി തെരഞ്ഞെടുത്ത് നീ ആ വഴിയെ തന്നെ യാത്ര ചെയ്യുന്നെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ ദൈവം വിശ്വസ്തനാണ്. ഇത് പകരം കേൾക്കുന്ന സ്നേഹിത സഹോദര സൂരി, നീ നഷ്ടങ്ങളുടെ പട്ടിക നിനക്ക് ഒരുപാടുണ്ട്. എന്നെ കേൾക്കുന്ന സൗകര്യമായിട്ട് പറഞ്ഞു, നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുടെ പട്ടികയുണ്ട്. ഒരുപാട് വേദന നീ ഉള്ളിൽ കടിച്ചു ഒതുക്കുന്നുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ നിനക്ക്, ഒരുപാട് വിഷം നീ വിങ്ങി പൊട്ടുന്നുണ്ട്. രാത്രി യാമങ്ങളിൽ നീ തേങ്ങലടിച്ച് കരയാറില്ലേ? നിന്റെ കണനീർ തൂക്കിയിട്ടില്ലേ? എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമില്ലേ? എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലേ? ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണോ എന്നോർത്ത് നീ ഹൃദയം കലങ്ങിയിട്ടില്ലേ? അതിന് തന്നെ യേശു പറയുക, ഇന്ന് പകൽ നിന്നോട് പരിശുദ്ധർമ്മ പറയുക, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടെങ്കിൽ ഇന്ന് പകൽ നീ ആ ഭാഗത്തെ ക്രമീകരിച്ച് കുഞ്ഞാടിന്റെ വഴി നീ തെരഞ്ഞെടുക്കുന്നെങ്കിൽ, യേശുവിന്റെ വഴി തെരഞ്ഞെടുക്കുന്നെങ്കിൽ, ആ പാതയെ നീ അനുഗമിക്കുന്നെങ്കിൽ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന അന്യായ ബന്ധനങ്ങളെ ദൈവം നീക്കിത്തരും. രക്തം ചെയ്യും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ചില കുടുംബങ്ങൾക്കകത്ത് ബന്ധനങ്ങൾ നിറഞ്ഞു നിൽക്കുക, അന്യായ ബന്ധനങ്ങൾ, പാപത്തിന്റെ ശക്തികൾ നിറഞ്ഞു നിൽക്കുന്നു. ചില കുടുംബത്തിനകത്ത് സമാധാനമില്ല, ആഭിചാരം മാത്രമുള്ള കൂടുതൽ ശുദ്ധ ശക്തികൾ നിന്റെ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇന്ന് പകരം നീ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അവനെ അനുഗമിച്ചെന്ന് പറഞ്ഞു. നീ കുഞ്ഞാടിനെ അനുഗമിക്കുന്നെങ്കിൽ ജീവിതം വിടുതൽ ദൈവം തരാൻ പോവുകയാണ്. അത് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അത് ഇന്ന് പകരം ദൈവവചനമായോ ദൈവവചന പ്രകാരം നീ നടക്കണം. ക്രിസ്തുവിന്റെ വചനപ്രകാരം നടന്ന് ദൈവവചനങ്ങൾ നിന്റെ ജീവിതത്തിൽ നിറവേറുന്ന വിധത്തിൽ, വാഗ്ദത്തങ്ങൾ നിറവേറത്തക്ക നിലയിൽ നിന്നെ യേശുവിനെ സമർപ്പിച്ചു കൊടുക്കണം. വാഗ്ദത്തം നിന്റെ മേൽ നിറവേറത്തക്ക നിലയിൽ നീ യേശുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വലിയ ദൈവമക്കളെ, ദൈവവചനങ്ങൾ നിന്റെ കാലിന് ദൈവവും പാതയ്ക്ക് വെളിച്ചവുമാകണം. ദൈവജനം നിന്റെ കാലിന് ദൈവവും പാതയ്ക്ക് വെളിച്ചമാകണമെന്ന് നമ്മൾ 119 സങ്കീർത്തനം വായിക്കുന്നില്ലേ? അതേ, വചനത്തിന്റെ കാലിന് ദൈവവും പാതയ്ക്ക് പ്രകാശവുമായി. വചനത്തെ നീ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ കാൽച്ചുവടുകൾ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ വേദപുസ്തകം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. സത്യവേദ പുസ്തകം യേശു ഹല്ലേലൂയ അത്ഭുതം ചെയ്യും. അവന്റെ വാക്കുകൾ അനുസരിക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. യേശുവിന്റെ വാക്കനുസരിക്കാൻ തയ്യാറാകണം. യേശുവിനെ ചേർന്നിരിപ്പാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവന്റെ സ്വതന്ത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ മാത്രമേ നിങ്ങൾ പ്രീതിപ്പെടുത്താവുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനെ മാത്രമേ പ്രീതിപ്പെടുത്താവുള്ളൂ. ലോകത്തിൽ മറ്റാരെയും പ്രീതിപ്പെടുത്താൻ പോകരുത്. ഇന്ന് പല വിശ്വാസികളും ലോകത്തിൽ പലതിനെയും പ്രീതിപ്പെടുത്താൻ പോകും. അത് തന്നെ പാപമാ.
നിങ്ങൾ ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തി അവൻ്റെ മനസ്സറിഞ്ഞ് ക്രിസ്തുവിൻ്റെ അവൻ വചനം അനുസരിച്ച് നിങ്ങൾ കർത്താവിനെ ചേർന്ന് നിൽക്കണം. അല്ലെങ്കിൽ ലോകത്തിൽ ഒന്നിനെ നിങ്ങൾ പ്രീതിപ്പെടുത്തരുത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:6 യേശു പറയുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശു പറയണം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ദൈവസന്നിധിയിലെത്തുകയില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. വഴിയും സത്യവും ജീവൻ യേശു മാത്രമാ. ഈ ലോകത്തിൽ അങ്ങനെ പറയുവാൻ മറ്റാർക്കും കഴിയില്ല. വഴിയും സത്യവും ജീവനും യേശുവിനും മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റാർക്കും അവകാശവാദമില്ല കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 10-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഹല്ലേലൂയ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ഹല്ലേലൂയ. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് യേശു പറയുക. യേശു വാതിലാകുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 10-ാം അധ്യായം 1 തൊട്ട് 10-ാം അധ്യായം 1 തൊട്ട് 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു വാതിലാകുന്നു എന്നുള്ള എടുത്തെടുത്ത് പറയുന്നത് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്നൊക്കെ അവിടെ കാണുന്നുണ്ട്. ആടുകളുടെ വാതിലായ കർത്താവ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പ്രിയ, ഞാനാകുന്നു എന്ന് യേശു ക്രിസ്തുവിന്റെ അവകാശവാദനങ്ങളാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്. കള്ളന്മാരോ കവർച്ചക്കാരോ ആടുകളെ തട്ടിക്കൊണ്ട് പോകാത്ത വിധത്തിൽ യേശു രാവും പകലും നമുക്ക് വാതിലായി. ഹല്ലേലൂയ. കള്ളന്മാരുടെ സ്വഭാവം ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കത്തക്ക നിലയിൽ യേശു രാവും പകലും നമുക്ക് വാതിലായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഹല്ലേലൂയ. രാത്രിയിൽ ആടുകളെ ഒരു മതിൽക്കെട്ടിൽ കാവലിൽ സൂക്ഷിക്കുന്ന പതിവ് കാലങ്ങളിൽ ആ ആടുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇടയനും വാതിലും കർത്താവ് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ആടിനെ മോഷ്ടിക്കുന്ന ഒരുപാട് പതിപ്പുണ്ടായിരുന്നു. ഇന്നും ആടുമോഷ്ടാക്കൾ ഒരുപാടുണ്ട്. സഭയിൽ നിന്ന് ആട് മോഷ്ടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അന്നത്തെ കാലത്ത് ആടിനെ മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി വലിയ മതിൽ കെട്ടിയിട്ട് ആ മതിലകത്ത് ആടുകളെ സൂക്ഷിക്കും, കള്ളനും കവർച്ചക്കാരനും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മ ആടുകൾക്ക് വാതിൽ. നമുക്ക് വാതിൽ യേശുവാണ്. കള്ളനും കവർച്ചക്കാരൻ ഇതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ, പിടിച്ചുകൊണ്ടുപോകാൻ, അടർത്തിക്കൊണ്ടുപോകാൻ, വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യേശു നിന്റെ ജീവിതത്തിൽ വാതിലായിട്ടുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ചില സ്ഥലങ്ങളിൽ വാതിലായിരുന്നു എന്ന് വരും. അപ്പോൾ ഇടയൻ തന്നെ വാതിലായി നിന്റെ അടുക്കൽ വരും. അതെ, ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു പറയുക, യോഹന്നാൻ പറയുക, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവരെ അനുഗമിക്കുന്നു. അതേ സ്നേഹിത, ഇന്ന് യേശുവിനെ വിട്ടുകൊടുക്കാൻ കഴിയുമോ? കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയുമോ? ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ അകപ്പെട്ടു പോകാതെ 144,000 പേര് സ്ത്രീകളോടൊപ്പം മാലിന്യപ്പെടാത്ത 144,000 പേര് സ്വർഗത്തിൽ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവനെ അനുഗമിച്ചതുപോലെ ദൈവത്തിന്റെ സഭ വിശ്വാസം നിർമ്മല കനികയായി കർത്താവിനെ അനുഗമിക്കണം. വേറെ വഴി നീ യാത്ര ചെയ്യരുത്. വേറെ ഒന്നിന്റെ പിന്നാലെ പോകരുത്. പാപം നിന്റെ ജീവിതത്തിൽ പ്രവേശിക്കരുത്. ഒരിക്കൽ പറ്റി എന്നുള്ളതല്ല, ഒരിക്കലും പറ്റാതിരിക്കാൻ, പാപം പറ്റാതിരിക്കാൻ വിശുദ്ധയെ കാത്തു സൂക്ഷിക്കണം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചെറിയൊരു ഞങ്ങളുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഈ ലോകം മുഴുവൻ പാപത്തിൽ വീട്, ശാപത്തിൽ വീട്, ദൈവത്തിൽ അകന്നു പോകുമ്പോൾ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്ത 144,000 പേർ കുഞ്ഞാട് പോകുന്നതൊക്കെ അവരെ അനുഗമിച്ചതുപോലെ ദൈവത്തിന്റെ സഭ നിഷ്കളങ്ക സഭയായി, നിർമ്മല സഭയായി കർത്താവിന്റെ കാഴ്ചകളിൽ അനുഗമിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ കർത്താവ് തെരഞ്ഞെടുക്കണമേ. ഞങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും മാർത്തിലും അനുവൃത്തര സമയാചകർ, ഓർഫനേജ്, തടവറയിലായിരിക്കുന്ന ജനത്തിനായി കർത്താവിന്റെ സമൂഹത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാമ്പോഴിയിട്ട് മടങ്ങി വരുവാൻ, നിർമ്മല ജീവിതം നയിപ്പാൻ ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, പ്രൈവറ്റ് മേഖലയായിരിക്കും ജനത്തിനായി കർത്താവ് ഞങ്ങളുടെ ഗ്രാമീണ കരസേന, വ്യോമസേന അധികാരികൾ, ഞങ്ങളുടെ ഭരണസമിതികൾ, ഭരണ സംവിധാനങ്ങൾ, പാർട്ടികൾ, മതസാമൂഹ്യ, സാംസ്കാരിക, മാധ്യമ, മീഡിയ രംഗം, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, സകലവരും പൊതുവെ ആരോഗ്യ, സാമ്പത്തിക
പാലത്തിലായിരിക്കുന്ന ആമയായിരിക്കുന്ന കടലോരവാസി തീരദേശ മത്സ്യം ആഴക്കടലിൽ കടന്നു പോയിരിക്കുന്നവർ കൺഷൻ വോട്ടർ യൂണിയൻ രംഗത്ത് എല്ലാ ടാക്സിയുടെ പ്രവേശനം കരിയിലും കടലും ആകാശവാട് വാഹനം ഓടിക്കുന്ന വാഹനത്തിന് സെയിൽസ് ചെയ്യുന്നവർക്കായി പാടത്തും പറമ്പിലും കൂടിയിലും കല്ലോടും മണ്ണോടും പണിയെടുത്ത ചോരപ്പാക്കുന്നവർ മദ്യത്തിൽ മൈക്കിലേറി അടിപ്പെട്ട് കത്തികളുമാതിൽ ഭീകര വർഗീയവാദികൾ ആമ്യം ദൈവമില്ലെന്ന് പറഞ്ഞ നിരീശ്വരവാദി യുക്തിവാദികൾ അടക്കം കടലോരവാസികളെ കണ്ണിക്ക് വലിച്ചു വ്യാപാരി വ്യവസായി വഴിയുടെ കച്ചവടക്കാരെ ക്ഷീരമേഖല കാർഷിക മേഖലയിലിരിക്കുന്ന സകല ജനങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് ഈ ജനം ദൈവത്തെ പിടിക്കണം. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ മാറട്ടെ. ആമേ ജനം വിടിവിക്കണം. ആഭിചാരം മാത്രമല്ല പൂർണ്ണ ശുദ്രശത്തിൽ അകപ്പെട്ട് കിടക്കുന്ന പാപ ശാപത്തിൽ വീണ് കിടക്കുന്ന ജനം വിടിവിക്കപ്പെടും മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തലമുറയില്ലാതെ ഭാരപ്പെട്ട കുടുംബജീവൻ തകർന്നവർ, കുടുംബജീവനത്തിനുമായി വിവാഹ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവർ, ആമേ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ജോലി നഷ്ടപ്പെടും, വിദേശ രാജ്യത്ത് കഷ്ടം സഹിക്കുന്ന ഒമ്പരപ്പെടുന്ന ഭാരപ്പെടുന്നവർ, വിവിധ വേദനയുടെ നടിയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളെ ഇന്നിവർ കർത്താവിയുടെ പുണ്യകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. ജനത്തെ വിടിവിക്കണമേ, ജനത്തെ സൗഖ്യ സമാധാനം കൊടുക്കണം, ആശ്വാസം കൊടുക്കണമേ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വലിയൊരു ശുദ്ധീകരണം പകരുവാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. വിടുതലയക്കണമേ. യേശുവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാ ജനത്തെ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ രക്തമുടമൂത്തിരണ കർത്താവ് സകല മുഖത്ത് കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വ്യക്തികളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ദാസദാസന്മാരെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.